സരിത എസ് നായരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അറിയില്ല എന്ന് പി.സി. ജോർജ് വിശ്വസിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം അവർ ഇങ്ങനെ ചെന്ന് സംസാരിച്ച് കാണും, കണ്ടിട്ടുണ്ടാവും, പലയിടത്ത് വെച്ച് അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടാൽ അറിയുമായിരിക്കും എന്ന് വിചാരിച്ച് മാധ്യമങ്ങളും മറ്റ് പ്രതിപക്ഷവും പ്രചരിപ്പിക്കുന്ന പോലുള്ള ഒരു ബന്ധത്തിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സരിത എസ് നായരെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ അറിയാം എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെന്ന് പലയിടത്ത് വെച്ച് കണ്ട് നിവേദനമായിട്ടൊക്കെ ചെന്ന് കാണുകയല്ലേ, അറിയാമായിരിക്കണമല്ലോ. കഴിഞ്ഞ 10-45 ദിവസമായി മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്, നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരൊറ്റ തവണ പോലും സരിത എസ് നായർ എന്നൊരു പേര് മുഖ്യമന്ത്രി പറഞ്ഞിട്ടേയില്ല, ആ ഒരു പേര് ഉച്ചരിച്ചിട്ടില്ല. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പേര് ഉച്ചരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. മനസ്സിലായില്ലേ? ആ പേര് ഉച്ചരിക്കുന്നത് പോലും വേണ്ട എന്ന മാനസിക നിലയിലാണ് അദ്ദേഹം നിലയിനർത്ഥം. അതോ തന്നെ ആ സംഭവത്തിൽ നിന്ന് പരമാവധി അകലത്തിൽ നിർത്താനുള്ള വളരെ തന്ത്രപരമായൊരു സമീപനമാണോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്നത്? അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന മുറിവ് ബോധ്യമുള്ളത് കൊണ്ട് ആ പേര് പറയാൻ പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം എന്ന എൻ്റെ ചിന്ത. ഈ കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടെ മുഖ്യമന്ത്രി പറയുന്നത് ഒന്നും തനിക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ M.K. കുരുവിളയുടെ കേസെടുത്തുകൊണ്ട് ജസ്റ്റിസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഇത് നടന്നിരിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് തന്നെയാണ്. മറ്റൊരു ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് ഇതിലെന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. സർക്കാരിന് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കോടതി ഉദ്ദേശിക്കുക പഞ്ചായത്ത് രാജ് മന്ത്രിയോ അല്ലെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രിയോ ഒന്നും ആയിരിക്കില്ല, മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നിട്ടും ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഡ്ജിമാർ. നിഷേധിച്ചിട്ടില്ല. പറയാം. അതിൻ്റെ പ്രശ്നം എന്തറിയാമോ? യഥാർത്ഥത്തിൽ കോടതി പരാമർശങ്ങൾ കേസിനിടയ്ക്ക് നടത്തും. ചിലപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റുകൾ നടത്തും. പക്ഷേ അത് കൂടുതൽ സത്യം ഏതെന്ന് മനസ്സിലാക്കാനുള്ള ജഡ്ജസിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള പരാമർശനങ്ങൾ മുഴുവൻ മാധ്യമങ്ങളിൽ കൊടുത്ത് അത് ജഡ്ജ്മെൻ്റായി ജനങ്ങളെ തോന്നിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. ഈ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഒരിക്കലും ഇതൊരു വിധി എന്നുള്ള നിലയ്ക്ക് ഘോഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പരാമർശങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി.സി. ജോർജിന് അറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് വരട്ടെ, ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെ പരാമർശം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് ബാധകമാകും. ഈ സോളാർ തട്ടിപ്പ് വളരെ ചെറിയൊരു തട്ടിപ്പാണെന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. കോടതിയുടെ നിരീക്ഷണം എന്താണ്? അതൊരു ചെറിയ തട്ടിപ്പല്ല, ആട്, തേക്ക്, മാഞ്ചിയം, അതുപോലെ മണീച്ചേനൊക്കെ പോലുള്ള വലിയ വിപുലമായൊരു തട്ടിപ്പാണ് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്നില്ലേ? അദ്ദേഹം സോളാറിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പഠിച്ചിട്ട് കാണില്ല, അതിന് സമയം കിട്ടി കാണില്ല. താങ്കൾ പറയുന്നു സോളാർ തട്ടിപ്പിൻ്റെ വ്യാപ്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. സോളാർ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ നടത്തുന്ന ഇടപാടുകൾ മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഗൺമാൻ നടത്തുന്ന ഇടപാടുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി, എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മൊത്തത്തിൽ ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ കോക്കസിൽ അകത്തുപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു മുഖ്യമന്ത്രിയാണ്? ഈ ഒരു കാര്യവും മനസ്സിലാക്കാൻ കഴിയാത്ത, തൻ്റെ ചുറ്റും നിൽക്കുന്നവർ കൊണ്ടുവരുന്ന അപകടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത, ആഭ്യന്തരമന്ത്രി തനിക്കെതിരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണോ ഉമ്മൻചാണ്ടി? സൗരോർജ്ജ ഇങ്ങനെ സ്ഥാപിക്കുക അതൊരു നല്ല കാര്യമാണ്. ഇനിയും നമ്മുടെ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ നടക്കില്ല. പ്രാദേശികമായ ഇഷ്യൂസാണ്. ഡാം പറ്റില്ലൊന്ന്, രണ്ടാമത് പരിസ്ഥിതി പ്രശ്നം, ഇതെല്ലാം ഉള്ളപ്പോൾ ഇതേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ഇതിൽ ഇമേഴ്സ്ഡ് ആവും. അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി തയ്യാറായതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം ഞാൻ ഇച്ചോടെ പറയാം പുണ്യബാലകൃഷ്ണൻ, ഇത് സരിത എന്ന് പറയുന്ന സ്ത്രീ നിസ്സാര കാര്യമൊന്നുമല്ല. അവർ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അത് വേറൊന്നുകൂടെ പറയാം, കൊറിയൻ കമ്പനിയുമായിട്ട് ഒരു ചെറിയ കച്ചവടം നടത്തിക്കൊണ്ട് കൊറിയയിലുള്ളൊരു കമ്പനിയുടെ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റായിട്ട് കൊറിയൻ അവിടെ നിന്ന് അയച്ച് ഇവിടെ വരുത്തി സാധനങ്ങൾ അസംബിൾ ചെയ്ത് ഈ പാനൽ വെക്കാനുള്ള ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ ഇപ്പം സരിത മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി കൊടുക്കുമ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഈ സരിത പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ആരുടെ അജണ്ടയായിരിക്കും? അത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം സംഭവിച്ചിട്ടുണ്ടാകാവുന്നൊരു കാര്യമാണോ? അതാണ് പ്രശ്നം. ആരുടെ അജണ്ടയാണെങ്കിലും ആ സ്ത്രീയെ പിന്നെ കോടതിന് മുമ്പിൽ കൊടുക്കാതെ, വക്കീലിന് മുമ്പിൽ കൊടുക്കാതെ കൊണ്ടു നടന്നു എന്ന് ആരോപണം ഉണ്ടാവുകയും അതോടൊപ്പം പോലീസുകാരെത്തിയെ വിളിച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് വരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത്
അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അവിടാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞ കോടതി വിധി എടുത്തു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്ന്. അത് തന്നെയല്ല, ഇനി ആ സ്ത്രീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പോലീസുകാരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടോ കാര്യങ്ങളായിരിക്കില്ല ഇനി പറയാൻ പോകുന്നത്. പോലീസ് കസ്റ്റഡിയിൽ എഴുതി ഹരാസ് ചെയ്ത് രക്ഷിക്കാവുന്ന എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പേര് പറയിക്കാനല്ലേ അവർ കഴിയുള്ളൂ. അത്തരത്തിലൊരു നീക്കം നടക്കുന്നു. അതായത് ഇപ്പോൾ ഓൾറെഡി സരിത എസ് നായർ ഒരു സമ്മർദ്ദത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ പൊളിറ്റിക്കൽ വെൻഡേറ്റയാണ്, രാഷ്ട്രീയ പകപോക്കലാണ് നടക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ പകപോക്കലിൽ ആര് നടത്തുന്നു, ആരെ ലക്ഷ്യം വെക്കുന്നു? അത് ഇപ്പോൾ പറയാൻ നമുക്ക് കഴിയില്ല. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില രാഷ്ട്രീയ പകപോക്കലിന് തയ്യാറെടുക്കുന്നു. ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട തലകൾ തന്നെയാണ്, കോൺഗ്രസിനുള്ളിലെയും ചില ഘടകകക്ഷികളുടെയും. അങ്ങനെ വിചാരിക്കാമോ? ഞാൻ അങ്ങനെയും പറയുന്നില്ല. പക്ഷേ ആ റിസൾട്ട് വരട്ടെ, അപ്പോൾ കറക്റ്റ് ഞാൻ പറയാം. വരട്ടെ, വരുമല്ലോ. ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വന്നല്ലേ പറ്റൂ. 26-ാം തീയതി ഏതായാലും സരിത എസ് നായർ അഡ്വക്കേറ്റിന് മൊഴി കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ സമയത്ത് പ്രമുഖരായവരുടെ പേരുകൾ സരിത എസ് നായർ പറയുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ടാണോ അത് പറഞ്ഞതെന്ന് 26-ാം തീയതി ഞാൻ നിങ്ങളോട് പറയാം. എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയുന്ന ഭീഷണിയുടെ അവസരമായിട്ട് ആരും കരുതണ്ട. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് കളവുണ്ടെങ്കിൽ ഇത് കളവാണെന്ന് പച്ചയ്ക്ക് ഞാൻ അന്നേരം പറയും. ഒരു കേന്ദ്രത്തിലൊരു മന്ത്രി, സംസ്ഥാനത്ത് 2 മന്ത്രിമാർ, 3 MLA മാർ, ഇവരുടെ പേരുകളാണ് സരിത എസ് നായർ പറയാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ അത് മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഇതെല്ലാം രേഖാമൂലം തരൂ എന്ന് മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. ആരായിരിക്കാം ഈ കേന്ദ്ര മന്ത്രി, സംസ്ഥാന മന്ത്രിമാർ, MLA മാർ? വരട്ടെ, നമുക്ക് നോക്കാം. ഞാനതിപ്പോൾ പേര് പറഞ്ഞത് ശരിയല്ല. ഞാൻ പേര് പറഞ്ഞ മര്യാദ. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.